ഇതിപ്പോ ഡബിൾ തിക്നസ് ചെയ്താണ് മൂന്നും. ഇത് രാത്രി നമ്മളിപ്പോ നമുക്ക് നമസ്കാരം. നമ്മുടെ വീടുകളിൽ വളരെ അത്യാവശ്യമായ ഒരു ഉപകരണമാണ് ടേബിളുകൾ. അപ്പം ആ ടേബിളിന്റെ മുകളിൽ വരുന്ന ടേബിൾ ടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് 15 mm തിക്നസ് ഉണ്ടാവും. 15 mm 15 mm തിക്നസ് ഉണ്ടാവും. സിംഗിൾ തിക്നസിൽ 15 mm ഉണ്ടാവും. നമ്മൾ ഡബിൾ ചെയ്യുമ്പോ 30 mm വരും. ഇതിന്റെ എന്താ വെച്ചാൽ മറ്റുള്ള സ്ട്രോങ് ആണ് ഈ സാധനം. ഇത്രയും 4 സപ്പോർട്ടുമ്പോഴാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. നമുക്ക് ഇത്രയും സ്ട്രോങ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഈ മെറ്റീരിയൽ വരുന്നതെന്ന് വെച്ചാല് നമ്മളെ കോമ്പോസിറ്റ് മാർബിളാ ഈ വരുന്നത്. ഇത് നമുക്ക് 10-15 വർഷം കഴിഞ്ഞാൽ നമുക്ക് റീപോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. ജർമ്മൻ മേഡാണ്. ജർമ്മൻ മേഡ്. ഇത് മൂന്നും ഇത് രാത്രി നമ്മളൊക്കെ ഇപ്പോ ഒരു ഈ സീറ്റ് വിരിച്ച് താഴ്ത്തിട്ട് കഴിഞ്ഞാല് ഒരു LED ലൈറ്റ് മതി നമുക്കിത് ആകാശം മാനിക്ക് കാണാം. ലൈറ്റ് ഗാലക്സി ഇത് 20 mm തിക്നെസ് വരുന്നത്. അതിന് പറ്റ മോഡൽസ് ആണ് ഇത്. ഇതിപ്പോ നമുക്ക് സൈസ് വരുന്നത് 4.75 10.75 സൈസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഏകദേശം നമുക്കൊരു 1 ലക്ഷത്തോളം ഇതിന്റെ സ്ലാബിന് 1 ലക്ഷം രൂപ സ്ലാബിന് മാത്രം വരൂല. ചെയ്യാന് നമ്മള് ഓർഡർ ചെയ്താലേ ചെയ്യുള്ളൂ. ഇതൊരു ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുപോകാൻ ഇപ്പൊ ഹാളില് ടേബിൾ ഇട്ടു, അതിലൊരു TV സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ 8-4 സ്ലാബാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ആ പാറ്റേൺ നമ്മൾ ആ TV സ്റ്റാൻഡിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിന്റെ ബാലൻസ് ടീപ്പോയികള്. അപ്പൊ അതായത് ആ ഒരു സ്ലാബിന്ന് എന്തൊക്കെ യൂസബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നോ അതെല്ലാം യൂസബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോ നമുക്ക് ആ ഒരു ഷീറ്റ് എടുക്കാൻ എത്ര ലെങ്ത് ഉണ്ട് വരുന്നത്? ഇത് ലെങ്ത് വരുന്നത് 11 അടി ലെങ്ത്തും 4.25 അടി ഇതിന് ഫുൾ സ്ലാബ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ചെറുതായിട്ട് കാണിച്ചു തരാം. ഫുൾ സ്ലാബ് ഉണ്ട്. അതിലുള്ള ഒരു ഐറ്റം ആണിത്. ഒരു ഐറ്റം ആണിത്. ഇതിലെ ലെങ്ത് വരുന്നത് 15.75 10.75 5.75. 10.75 5.75 അവിടെ ഇത്ര ലെങ്ത് വരുന്നുണ്ട്. ഈ ഷീറ്റിനെ ഞാൻ പറഞ്ഞ 1 ലക്ഷം ഒരു സ്ലാബ്. ഇത് പിന്നെ ഒനിക്സില് നമുക്ക് 5.5 ലെങ്ത്തില് 5.5 റൗണ്ട് 5.5 കവർ ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയ ഷീറ്റാണ്. ക്രീം കളറില് റയറായിട്ട് പോകണ്ടാവുള്ളൂ. ഒരു എഞ്ചിനീയർ ഒരു വീട്ടില് ഒരു പാറ്റേൺ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ അതിൽ ചെയ്യും. പിന്നെ അധികം ഇത് നമുക്ക് പോയുള്ളത് ഈ ലെങ്ത് മൊത്തത്തിൽ അങ്ങനെ പോയിക്കണം. 4 അടി വീതി 10 അടി നീളം 9 അടി വീതി ആ ലെങ്ത്തിൽ നമുക്ക് ചെയ്യണം. വലിയ ഈ പ്രീമിയം വേസ്റ്റേജ് നമ്മൾ മാക്സിമം ഇതിന് എടുക്കും. അതായത് നമ്മളിപ്പോ 4 അടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്ര ഇത് വരാം. ഇതിന്മേക്കുള്ള ഡബിൾ തിക്നസ് ഒട്ടിക്കാനുള്ള റീപ്രോൾ നമ്മൾ ഇതിന് 6 സെന്റിമീറ്ററോളം നമ്മൾ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാലൻസ് തന്നെ ആകെ ഒരു 4 ഇഞ്ചിന്റെ വീതിയുള്ള പീസ് മാത്രമേ വരുന്നുള്ളൂ. പീസ് മാത്രമേ നമുക്ക് അതിന്റെ ബാലൻസ് വരും. അത് മാക്സിമം കോസ്റ്റ് നമുക്ക് ഇത്ര ഈ ഒരു വീതിയുള്ള വരുള്ളൂ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഫ്രെയിം അടിക്കുന്ന സമയത്തും അതിന്റെ ബോഡിക്ക് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയും നമ്മൾ ഇത് മാക്സിമം വീതി വെക്കും. അപ്പൊ എന്താ വെച്ചാല് ബെൻഡിന്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത്രയും ഹെവി വെയിറ്റ് വരും. ഏകദേശം ഒരു 500 കിലോന്റെ അടുത്ത് ഈ സ്ലാബ് വെയിറ്റ് വരും. ആ സ്ഥാനത്ത് ഇത് വരുന്ന വെച്ചാൽ ഏകദേശം ഒരു 8-4 ഷീറ്റ് തന്നെ വരുന്നത് ഏകദേശം 65 കിലോന്റെ അടുത്ത് ഈ സ്ലാബ് വരുള്ളൂ. 65 കിലോ ഈ സ്ലാബ് വരുള്ളൂ. ഇത് 500 കിലോ വരും. 500 കിലോ എടുത്ത്. അതേമാതിരി ഈ കോമ്പോസിറ്റ് മാർബിൾ എന്ന് പറഞ്ഞ ആ സാധനം ഏകദേശം ഒരു 350-400 കിലോന്റെ അടുത്ത് എത്ര വരാ ആ കോമ്പോസിറ്റ് മാർബിൾ പറഞ്ഞ്? കോമ്പോസിറ്റ് മാർബിൾ ഏകദേശം ഒരു 40-35
റേഞ്ചിൽ. ഇതിപ്പോ കോമ്പോസിറ്റ് മാർബിളിനെ നമ്മൾ റൗണ്ട് ചെയ്തതാണ്. ഇതിപ്പോ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത പീസാണ്. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ വർക്കുകൾ നമ്മൾ അതേമാതിരി റൗണ്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെന്ററിലൊരു 1.5 അടിയുടെ റൗണ്ട് ഉണ്ടാവും ഒരു ബാരിംഗ്. അത് നമ്മള് സർവ് ചെയ്യാനുള്ളത് ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ 45 ചെയ്യുന്ന രീതിയാണ്. 45 കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനുള്ളിൽ കൊടുക്കാൻ സപ്പോർട്ടുകൾ ഇതേമാതിരി സെൻസിൽ കൊടുക്കും. പക്ഷെ നമ്മളിതിങ്ങനെ കൊടുക്കാനുള്ള കാരണം ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ആകെ ഈ ഒരു 15 mm കൊടുത്തേ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ കൊടുക്കുമ്പോ ഈ 15 mm ഇവിടുത്തെ 15 mm 30 mm കൊടുത്തായി. പിന്നെ ഈ 30 mm ഇതിലും ബോഡിമിലും കൊടുത്തായി. അപ്പൊ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ലോഡിങ്ങിലും അൺലോഡിങ്ങിലൊന്നും നമുക്ക് വല്ല പ്രശ്നം വരില്ല. അതെ, കസ്റ്റമേഴ്സിനാണ് നമ്മൾ അതുപോലെ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഉൾപ്പെടെ ഡീലിംഗ് ചെയ്തിരുന്നു. നോർമൽ ഇതിലാ ചെയ്യുന്നത്. ഈ 4K മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ടാബ്ലറ്റ് ചെയ്തെടുക്കണം. പാലസ് എത്ര വരും നോർമലി 4K നമ്മള് ഡബിൾ തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.3 വരുന്നത് ഏകദേശം 7.800 7.900 അത് സിംഗിൾ ആകുമ്പോ നമുക്ക് അത് 7.300 7.400 ആ റേഞ്ചേ വരുള്ളൂ 6.3. പിന്നെ നമ്മളിപ്പോ ഇറക്കിയ പുതിയ മോഡൽസ് ആണ് ഇതൊക്കെ. ഇതിപ്പോ നല്ല ഇപ്പൊ നമ്മള് മാർക്കറ്റിൽ ഇറക്കിയതാണ്. ഇതിലിപ്പോ എത്ര കളർ വരുന്നുണ്ട്? ഇതില് ഈ 4K നമുക്ക് ഇവിടെ ഏകദേശം ഒരു 30-40 കളറോളം നമുക്ക് 8-4 എല്ലാം വന്നിട്ട് ഒരു 40 ഐറ്റോളം നമ്മളടുത്ത്. അപ്പൊ നോർമലി ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയൽ ആണ് തോന്നുന്നത്. ഇതാകുമ്പോ കുറച്ച് റേറ്റ് കുറവുണ്ട്, പിന്നെ കാണാനും ഭംഗിയുണ്ടാവും. മറ്റതൊക്കെ ഒരു പ്രീമിയം ലെവലിലാണ്. അപ്പൊ അത്രയും കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ നമുക്ക് അട്രാക്ട് ആയിട്ട് വരുള്ളൂ. കോമ്പോസിറ്റ് മാർബിൾ ഇപ്പൊ എത്ര കളർ ഉണ്ട്? കോമ്പോസിറ്റ് മാർബിൾ നമുക്ക് 3 കളർ 4 കളർ അവൈലബിൾ വരുന്നുണ്ട്. അതിന് വെറൈറ്റി ഉണ്ട്. അത് പിന്നെ കസ്റ്റമൈസ് ആയിട്ട് നമ്മൾ എടുത്തോളൂ. നമുക്ക് നോർമലി പോണത് ഐവറി, പിന്നെ വൈറ്റ്, ഒരു ബീച്ച് കളർ ഉണ്ട്. ഈ 3 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് പോണത്. അപ്പോ അവര് കസ്റ്റമർ നമുക്ക് ഓരോരു പാറ്റേൺ അയച്ചു തരാണ്. അതാ ഒരു ഇന്റീരിയർ വീടാണ്. അപ്പൊ ഈ ഒരു കളർ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് നമ്മൾ ആ കളറിലുള്ള സാധനം നമ്മൾ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കും. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊണ്ടിട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ലഗിനും അതേമൊക്കെ നമ്മള് സെറ്റുകളും തന്നെ ഇപ്പോ ഇതിക്കൊരു ഐവർ സൈഡുള്ള ചെയറാണ് അതിന്റെ റെക്സിന് അല്ലെങ്കിൽ ഇതിന്റെ ക്ലോത്ത് വരുന്നത്. നമുക്ക് അധികം ചെയ്യുന്നത് ക്ലോത്തിലാണ്. ക്ലോത്തിലാകുമ്പോൾ അത്രയും ഭംഗികളാണ് ഇതിന്റെ ഒരേ പാറ്റേണിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ ഈ ഗ്രീൻ ടച്ച് ആണെങ്കിൽ അതിക്ക് ഗ്രീൻ ടച്ചിന്റെ രീതിയിൽ, ബ്രൗൺ ടച്ച് ആണെങ്കിൽ ബ്രൗൺ ടച്ചിന്റെ രീതിയിൽ. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേൺ എപ്പോഴും അതിൽ കൊണ്ടുപോകും. ഇതിപ്പോ ഡബിൾ തിക്നെസ് ചെയ്ത പീസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ തിക്നെസ് ചെയ്താ ഇതിപ്പോ ഡബിൾ തിക്നെസ് ചെയ്താണ്. ഇത് 6.3. ഇതിപ്പോ നമുക്ക് ഇതിമെന്ന് വെച്ചാല് നമുക്ക് ഈ 6.4 സ്ലാബാണ് നമ്മള് റേറ്റ് കൂട്ടുക. എന്ന് വെച്ചാൽ ഇതിമെന്ന് എടുക്കുന്ന പീസ് തന്നെയാണ് നമ്മൾ ഇവിടെയും ആഡ് ചെയ്യുന്നത്. ഇതിന്റെ മോൾഡിങ് വരുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് വേറെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മൾ വേറെ മോഡൽ ചെയ്താണ്. ഇതിന്റെ മോഡൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്വയർ ആയിട്ടാണെങ്കിൽ സ്ക്വയർ ആയിട്ട് ഉള്ളിലേക്ക് ഇൻസൈഡ് ആണെങ്കിൽ ഇനിയിപ്പോ ഇവിടെ ഒരു 5 mm വെച്ചിട്ട് ബാക്കി മൊത്തം ഉള്ളിലേക്ക് ടാപ്പ് ചെയ്യെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഫുൾ റൗണ്ടിങ്ങിലേക്ക് ചെയ്യാം. അപ്പൊ ഏത് മോഡൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലാകുമ്പോ നമുക്ക് ഗ്രൂവിങ് ചെയ്യാൻ പറ്റുന്നത് ഇൻസൈഡ് റൗണ്ട്, അതേമാതിരി ഔട്ട്സൈഡ് റൗണ്ട്. ഇതിന് സാമ്പിള് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോൾഡ് ഷിപ്പ് അതിന് ചെയ്യാം. അത് നമുക്ക് ഇത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. എന്ന് വെച്ചാൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ നമുക്ക് വർക്കിങ്ങിന് ആണ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മുകളെന്ന് അത്രയും സ്ട്രോങ് ഗമ്മുകൾ നമ്മൾ ഉപയോഗിക്കും. അറാലൊക്കെ ആയാലും അതുപോലെ ഇതിനെ ഒട്ടിക്കുന്ന ഇത് ഒട്ടിക്കുന്ന വേറൊരു മെറ്റീരിയൽ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതും ട്രാൻസ്പെറന്റ് ആണ്. ആ മെറ്റീരിയലും നമുക്ക് ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ജോയിന്റുകൾ അത്ര
ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ നമ്മൾ ഇതിനുള്ള ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുക. അത്ര സ്ട്രോങ് ആകുമ്പോ നമുക്കത് പെട്ടെന്ന് പൊട്ടിപ്പോരെ അങ്ങനെ നല്ലൊരു ഇത് ഉണ്ടാവില്ല. ആറായിട്ടായിട്ട് നമ്മൾ 5 മിനിറ്റ് 6 ആളായിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കത് ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് സെറ്റിംഗ് ആണ്. പക്ഷെ അത് ഉപയോഗിച്ചാലും കുറെ കാലം കഴിഞ്ഞാൽ അതിന്റെ ഷെയ്ഡിന് മാറ്റം വരും. ഷെയ്ഡിന് മാറ്റം വരും. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു 3 വർഷം മുന്നേ ചെയ്തൊരു പീസാണിത്. 3 വർഷം മുന്നേ ചെയ്തൊരു പീസാണിത്. ഇത് 3 വർഷം മുന്നേ ചെയ്താണ്. അപ്പൊ ഇതിന്റെ ഈ കളർ ഷെയ്ഡ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതിനുള്ളിലുള്ള വൈറ്റ് ഷെയ്ഡ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത് നേരെ മറിച്ച് പെട്ടെന്ന് സെറ്റ് ആവണതാണെങ്കിൽ 5 മിനിറ്റിനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഷെയ്ഡ് മഞ്ഞ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ഇതിന്റെ കളർ മാറി വരും. ആണോ? അത് വെച്ചാണ് നമ്മള് നീക്കി കഴിഞ്ഞാല് ടോപ്പ് നീങ്ങുക, ആ ഫ്രെയിം അടക്കം നീങ്ങുള്ളൂ. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു 8 പേരെങ്കിലും മിനിമം വേണം. അത് ഇറക്കി വെക്കാൻ 500 kg എന്നുവെച്ചാൽ നമ്മളിത് തിരിച്ച് കൊണ്ടുപോവാം. അത് കുത്തനെ നിർത്തിയിട്ട് നമ്മൾ മാർബിൾ കുത്തനെ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് അല്ലാതെ നമുക്ക് കയറാൻ കഴിയില്ല. 500 കിലോ. അത് നമ്മളിപ്പോ വണ്ടി ഒരു ചെറുവണ്ടി എടുക്കുകയാണെങ്കിൽ 3-4 പീസ് എടുത്ത് പോരുള്ളൂ. അതായത് നമുക്ക് പോകാൻ കഴിയില്ല. അത് സ്ലാബ് മൊത്തത്തിൽ ഏകദേശം എല്ലാം പാടെ വരുമ്പോ തന്നെ അത്യാവശ്യം വെയിറ്റ് ആവും. എത്ര ലെൻസും അതിന് ഇരുത്തും കൂടുതലുള്ളതുകൊണ്ടാണ് അത് വരുന്നത്. പിന്നെ നമ്മളിതൊരു ഓവൽ ഷേപ്പിൽ ചെയ്തതാണ് ഈ ഒരു മാർബിള്. ഇത് മറ്റേ ആർട്ടിഫിഷ്യലിന് തന്നെ ഓവൽ ഷേപ്പിൽ ചെയ്തതാണ്. ഓവൽ ഷേപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ടീ പോയിന്റ് ഇതും പണി വർക്ക് കഴിഞ്ഞാൽ അത് വർക്ക് കഴിഞ്ഞാൽ അതെന്താ നമ്മള് പെട്ടെന്ന് കസ്റ്റമർ വന്നാണ് നമ്മളോട് അത് സൈസ് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടൈമുള്ള സമയത്ത് അടിച്ചു വെക്കുന്നതാണ്. ഇത് നമുക്ക് ഫോർക്കർ വരുന്നോണ്ടാണ് നമുക്ക് ഈ ഫിനിഷിങ് എടുക്കാൻ കഴിയുന്നത്. ഇതിന് വേറെ മെറ്റീരിയൽ GVT ആണ്. അതിന്റെ ഇതെന്ന് വെച്ചാല് നമ്മള് മുകൾ ഭാഗം വേറെ ഡിസൈൻ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് യെല്ലോ ഷെയ്ഡ് വരും. യെല്ലോ ഷെയ്ഡിന്റെ ബോഡി വരും. ഇത് ഫോർക്കർ വരുമ്പോ നമ്മൾ ഏതാണോ ഇതിന്റെ ബോഡി അതിന് കണക്കായിട്ടുള്ള ഇതാണ് ഫിനിഷിങ്ങിന് കണക്കായിട്ടുള്ള ബോഡിയാണ് വരിക. ഫുള്ള് ബോഡി വരെ ഫിനിഷിംഗ് ആണ് വരിക. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ലാസ്റ്റ് ചെയ്യുന്ന 60 ഇട്ടാണ് 2 മണിക്കൂർ സെറ്റിങ്. ഏത് കാലമാണെങ്കിലും പോളിഷ് ചെയ്തെടുക്കും. ഈ സൈഡ് നമുക്ക് എങ്ങനെയും പോളിഷ് ചെയ്ത് വീണ്ടും വീണ്ടും ആണെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിന്റെ ഫിനിഷിങ്. നമ്മളിപ്പോ ഇത് ഡെയിലി സൈഡ് തുറക്കുന്നുണ്ട്, തുറക്കുമ്പോ മൊത്തം തുറക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്നും പിടിക്കാതെ കാലാകാലം ഫിനിഷിങ് കൂടി വരും. ഈ മാർബിളിലൊക്കെ ഉള്ള 10 വർഷം ഗ്യാരണ്ടി പറയുന്നുണ്ട്. അത് ഇതിന് കവർ ചെയ്തു. നമ്മൾ ലൈഫ് ടൈം ആണ് യൂസ് ചെയ്യാം. അതെ, ഇതും ഇപ്പൊ ഇതാ അവസ്ഥ തന്നെയാണ്. എത്രത്തോളം തുറച്ചത്. അപ്പൊ വന്നിട്ട് ചില വീടുകളാണെങ്കിലും നമ്മള് കറി മുകളിലായി അത് മാത്രം തുറക്കും. പിന്നെ നമ്മൾ സൈഡ് തുറക്കൂല. സൈഡ് പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മൊത്തത്തിലുള്ള ക്ലീൻ ചെയ്യും. അപ്പൊ നമ്മൾ സൈഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തോണ്ട് മുക്കി തുറച്ചാൽ തന്നെ അതിങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് അങ്ങനെ പോകും. പോളിഷ് ചെയ്താണ്. ഇത് മാറ്റ് ചെറിയൊരു മാറ്റ് ഗ്ലോസിന്റെ വരുന്നത്. മാറ്റ് ഗ്ലോസിന്റെ അത് വരിക ഈ ഒരു മെറ്റീരിയൽ. റൂട്ടർ മോഡലാണെങ്കിൽ റൂട്ടർ ഡബിൾ തിക്നെസ്സില് ചെയ്യാൻ പറ്റും. പിന്നെ ബോക്സ് രൂപത്തിൽ ചെയ്യുന്ന രീതി എന്നത് ചെയ്തിട്ട് പീസ് ഇവിടെ ഒന്നുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ബോക്സ് രീതിയിൽ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ കഴിയും. ഇതിന്റെ ലൈറ്റ് പാസിങ് ഇതിപ്പോ ലൈറ്റ് കഴിയുമ്പോ ആ കൈന്റെ മേലുണ്ടല്ലേ, നമുക്കുള്ള ലൈറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇന്റീരിയർമാർക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുന്ന രീതിയാണ്. പിന്നെ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. ഏത് വളവും തിരിവും നമുക്ക് കർവായിട്ടും ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത്. കട്ടിങ് തന്നെ വരുന്നത്.
ഇതിപ്പോ ഇങ്ങനെ വെക്കുമ്പോ തന്നെ അതിനുള്ള ലൈറ്റ് പാസിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ കഴിയും. പാസ് ചെയ്യുന്നതാണ്. ഇതിപ്പോ നമ്മളിപ്പോ ഡബിൾ തിക്നെസ് ആണെങ്കിലും ആ ലൈറ്റ് പാസ് ചെയ്യും. തിക്നെസ് എത്ര ആയാലും ആ ലൈറ്റിന്റെ പാസിംഗ് വരും. പിന്നെ അത് മെറ്റീരിയൽ ഇത് മൂന്നല്ലാത്ത ഇത് ഇതേത് മെറ്റീരിയൽ? ഇത് അതിൽ ഫോർക്കൽ വരുന്ന മെറ്റീരിയൽ. ആ സെയിം മെറ്റീരിയൽ അതിന്റെ കളർ ചേഞ്ചും ആണ്. പിന്നെ എന്താ വെച്ചാൽ ഓരോ എത്തേനാളിന് കുറച്ച് സ്ട്രെങ്ത് കൂടുതലുണ്ട്. ഇതിനെക്കാട്ടും കുറഞ്ഞ മാറ്റം വരുന്നുള്ളൂ. കൂടുതൽ ഏതൊക്കെ സൈസിലപ്പോ ഈ ഇത് വരുന്നത്? നമുക്കൊരു 10-4 മുതൽ 11 10:45 5:15 വരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റീരിയലില് ഈ 4K മെറ്റീരിയൽ അതിന്റെ ഒരു 5-5 റൗണ്ടാണ് ഇപ്പൊ ആകുന്നത്. റൗണ്ട് പീസ് അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് കർവ് ടൈപ്പിൽ ചെയ്ത ഒരു മോഡലാണ് കാണുന്നത്. നമ്മള് ക്യാപ്സ്യൂൾ ടൈപ്പ് ഇതല്ല, അത് ക്യാപ്സ്യൂൾ ടൈപ്പ് ആയിട്ട് ഉള്ളത്. ക്യാപ്സ്യൂൾ ടൈപ്പ് അത് നമുക്ക് ഏത് രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് തരും. അത് നമുക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. നമുക്ക് എത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണുള്ളത്. പിന്നെ ഇതിന്റെ കട്ടിങ്ങിന്റെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്.